ഗാസയെ ഹമാസ് വിമുക്തമാക്കുക, ഇസ്ലാമിക തീവ്രവാദ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുപക്ഷെ അവസാന വട്ട ഒരു പോരാട്ടത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അതിൻ്റെ ചില അലയൊലികളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹമാസിൻ്റെ ഉന്നത നേതാക്കളെ ഒക്കെ ഇന്ന് ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു, പലരെയും നോട്ടമിട്ട് കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിലുള്ള ചില നിർണായകമായിട്ടുള്ള സംഭവവികാസങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു വരുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെ? ഒപ്പം തന്നെ ഹമാസ് നടത്തിയ കൊടും ക്രൂരതകൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട്, അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇസ്രായേൽ വലിയ രീതിയിൽ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ഐക്യരാഷ്ട്രസഭയുടെ ചില റിപ്പോർട്ടുകൾ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വാസ്തവം എന്തൊക്കെയാണ്? ഒപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ കോഴിക്കോട് പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന ഓമന പേരിട്ടുകൊണ്ട് ഹമാസ് ഐക്യദാർഢ്യ സമ്മേളനം നടക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്തെല്ലാമാണ്? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ലിയോ റോബിൻ. ഇന്ന് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഇസ്രായേൽ ഗാസ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസിനെതിരെ നടത്തുന്ന ആ ഒരു യുദ്ധം, അവിടെ നടക്കുന്ന ഒരു സംഘർഷം, അത് വീണ്ടും നമ്മളിന്ന് നിലപാട് പ്ലാറ്റ്ഫോമിൽ നമ്മൾ വീണ്ടും ചർച്ചയാക്കുകയാണ്. അതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം, ഇസ്രായേൽ വീണ്ടും ഒരു കരയുദ്ധം എന്ന രീതിയിലേക്ക് ഗാസയിൽ അതിരൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. നിലവിൽ ഹമാസിൻ്റെ ഒരു മിഡിൽ ലെവൽ ഉള്ള ആ ഒരു ലീഡർഷിപ്പിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമുക്കിപ്പോൾ ഗാസയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഈ ഒരു പേജർ മോഡൽ ഒരു ആക്രമണം ഇസ്രായേൽ ഗാസയിൽ നടത്തിയിരിക്കുന്നു. ഒരേ സമയം നിരവധി ഈ ട്രക്കുകൾ അവിടെ കത്തിച്ചാമ്പലാക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒക്ടോബർ 7 ആക്രമണത്തിൽ ഹമാസ് ഉപയോഗിച്ച ട്രക്കുകളൊക്കെ കത്തിച്ചാമ്പലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു നിർണായകമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഗാസയിൽ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ടൊരു കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ചയുടെ. ഈ ഐക്യരാഷ്ട്രസഭ ഈ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. അതായത് ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഒരു മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഒരു ലൈംഗികമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ ഈ ഹമാസ് ഭീകരർക്കെതിരെ കാണിച്ചു, അല്ലെങ്കിൽ പാലസ്തീൻ ജനതയ്ക്കെതിരെ കാണിച്ചു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടിരിക്കുന്നു. ആ റിപ്പോർട്ടിനെ അത് ഇസ്രായേൽ മാധ്യമങ്ങളടക്കം ആ റിപ്പോർട്ടിനെ നിരാകരിച്ചുകൊണ്ട്, ആ റിപ്പോർട്ടിൻ്റെ പൊള്ളത്തരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങളടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളത് പോലെ കേരളത്തിലെ ചില ഹമാസ് ഫാൻസിൻ്റെ ചില ചെയ്തികൾ. ഈ കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് കടപ്പുറത്ത് പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന ഓമന പേരിൽ അക്ഷരാർത്ഥത്തിൽ നാം പറയുകയാണെങ്കിൽ ഒരു ഹമാസ് ഐക്യദാർഢ്യം നടക്കുകയുണ്ടായി. അതിൽ കേരളത്തിലെ പല മുസ്ലിം സംഘടനകളും അതിൽ പങ്കെടുത്തു. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ ചില നേതാക്കൾ വരെ അതിൽ പങ്കെടുത്തു. അതിൽ ഈ ഹമാസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹമാസ് ഭീകര സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ ഭീകരന്മാരേ അല്ല, അവർ രക്തസാക്ഷികളാണ്, പോരാളികളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലെ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് എന്ന രീതിയിലൊക്കെ ഒരു വൈറ്റ് വാഷിംഗ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 പോയിന്റ്സാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ നമ്മളിന്ന് ഈ ഒരു ചർച്ചയിൽ പ്രതിവാദ വിഷയമാക്കുന്നത്. ആദ്യത്തെ ഒരു പോയിന്റിലേക്ക് എനിക്ക് തോന്നുന്നു, ഞാൻ ഈ ഐക്യരാഷ്ട്രസഭയുടെ ആ ഒരു വിഷയം ഞാനൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഐക്യരാഷ്ട്രസഭ പലപ്പോഴും നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ പാഠപുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ എപ്പോഴും ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് ഐക്യരാഷ്ട്രസഭയെ ചെറുപ്പകാലം മുതൽ തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത്. പക്ഷേ കൃത്യമായി ഈ അടുത്ത നാളുകളിലായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, ഈ UN ഒരു ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും ഒരു ഇസ്രായേൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പല വിഷയങ്ങളിലും, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം പ്രതിരോധത്തിലാകുന്ന പല വിഷയങ്ങളിലും ഒരു ഹൈജാക്ക് ചെയ്യപ്പെട്ട ഒരു പ്രതികരണങ്ങൾ UN ഭാഗത്തു നിന്ന് വരുന്നു. ഞാനതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒക്ടോബർ 7 ശേഷം ഈ ഗാസയിൽ നടക്കുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിലെ ഉന്നത നേതാക്കൾ നടത്തിയ ചില പരാമർശങ്ങൾ, ചില ഇടപെടലുകൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ ഒരു പോയിന്റ്, ഈ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഓൾസോ റെക്കഗ്നൈസ് ദി അറ്റാക്സ് ബൈ ഹമാസ് ഡിഡ് നോട്ട് ഹാപ്പൻ ഇൻ എ വാക്യൂം. അതായത് ഹമാസ് അന്ന് ഒക്ടോബർ 7 നടത്തിയ പൈശാചിക പ്രവർത്തികൾ, സ്ത്രീകൾക്കെതിരെ നടത്തിയ ലൈംഗിക അതിക്രമങ്ങൾ, അതിന് പലതും ഡോക്യുമെന്റഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. ഇവർ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിരൂക്ഷമായി കുട്ടികൾക്കും മുതിർന്നവർക്കും നേരെ നടത്തിയ കിരാതമായിട്ടുള്ള ആക്രമണങ്ങൾ, അത് ഒരു ചുമ്മാ സംഭവിച്ചതല്ല, അതിന് പിന്നിലൊരു കാരണമുണ്ട് എന്ന രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഹമാസിനെ വെള്ളപൂശുന്ന ഒരു പരാമർശം
UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗ്യൂട്ടറസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. വേറൊരു പരാമർശം UN റിലീഫ് ചീഫ് മാർട്ടിൻ ഗ്രിഫ്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടായതാണ്. ഹമാസ് ഈസ് നോട്ട് എ ടെററിസ്റ്റ് ഗ്രൂപ്പ് ഫോർ us. ആസ് യു നോ ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ മൂവ്മെന്റ്. ഇത് പറയുന്നത് ഏതെങ്കിലും ഒരു ഇസ്ലാമിസ്റ്റ് സംഘടനയല്ല. നമ്മൾ ന്യൂട്രലാണ് എന്ന് കരുതി നമ്മൾ ഇത്രയും കാലം നമ്മൾ മനസ്സിൽ ആ ഒരു ചിന്താഗതി വെച്ചുകൊണ്ടിരുന്ന യുണൈറ്റഡ് നേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പറയുന്ന വാക്കാണ് ഹമാസ് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്, അതൊരു ഭീകര സംഘടന അല്ല എന്നൊരു കാര്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പരാമർശം UN-ലെ തന്നെ മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്, ദ വിക്ടിംസ് ഓഫ് October 7 വെർ നോട്ട് കിൽഡ് ബിക്കോസ് ഓഫ് ദർ ജുഡായിസം ബട്ട് ഇൻ റെസ്പോൺസ് ടു ഇസ്രായേൽസ് ഓപ്പറേഷൻ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരു സാമ്പിളായിട്ടുള്ള പ്രതികരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. ഈ മൂന്നും വിരൽ ചൂണ്ടുന്നത് ഒന്ന് തന്നെയാണ്, അതായത് UN നിൽക്കുന്നത് ഹമാസിനൊപ്പമാണ് എന്ന കൃത്യമായിട്ടുള്ള ഒരു പരാമർശങ്ങളാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ പലപ്പോഴും ചർച്ചയാക്കാറുള്ള യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ പാലസ്തീൻ റെഫ്യൂജീസ് എന്ന് പറയുന്ന ഹമാസിന് വേണ്ടി വീട് പണി ചെയ്യുന്ന ഒരു സംഘടന എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ October 7 UNRWA 12ഓളം സ്റ്റാഫുകളാണ് October 7 ആക്രമണത്തിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്തത്. അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് എനിക്കൊന്ന് ലിയോ പറയുമെന്ന് എനിക്ക് തോന്നുന്നു. ഒപ്പം തന്നെ 10ഓളം ഈ ഗാസയിൽ വർക്ക് ചെയ്യുന്ന UNRWA 10ഓളം സ്റ്റാഫുകൾക്ക് ഹമാസുമായി ഡയറക്റ്റ് ലിങ്ക് ഉണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ ആർട്ടിക്കിൾ 99 എന്ന് പറയുന്ന UN ചാർട്ടർ ഉണ്ട്. അതായത് ഏതെങ്കിലും ഇൻസിഡൻസിൽ അന്താരാഷ്ട്ര സമാധാനത്തെ ബാധിക്കുന്ന ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയം ഈ UN-ലെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ UN സെക്രട്ടറി ജനറലിന് അധികാരം നൽകുന്ന ഒരു ആർട്ടിക്കിളാണ് ഈ ആർട്ടിക്കിൾ 99. ഈ കഴിഞ്ഞ 3 ഡെക്കേഡ്സ് ആയിട്ട് ഈ ആർട്ടിക്കിൾ UN-ൽ കൊണ്ടുവന്നത് ഈ ഇസ്രായേലിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി മാത്രമാണ്. അതിൽ തന്നെ വ്യക്തമാണ് ഇവരുടെ ഇതെന്താണെന്നുള്ളത്. പിന്നെ UN റെസൊല്യൂഷൻസ്, UN-ൽ പാസ്സാക്കപ്പെടുന്ന പല റെസൊല്യൂഷൻസിലും ഒന്നിലും തന്നെ ഹമാസ് നടത്തിയ ആക്രമണത്തെ അത് അപലപിക്കുകയോ അത് തെറ്റാണ് എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ നിരവധി ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ തന്നെ വ്യക്തമല്ലേ ലിയോ, ഈ ലോകക്രമം തന്നെ, അതായത് നമ്മൾ ന്യൂട്രലാണ് എന്ന് വിചാരിക്കുന്ന ഒരു സംഘടനകൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ തന്നെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. നമ്മൾ കേരളത്തിൽ പലപ്പോഴും പറയാറുണ്ട് ന്യൂട്രലായിട്ട് നിൽക്കേണ്ട മാധ്യമങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. അതിൽ പലപ്പോഴും ഇവർ ഹൈജാക്ക് ചെയ്യപ്പെടുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ചില വക്താക്കളാലാണ് ഇവർ പലപ്പോഴും ഹൈജാക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഈ ഒരു വിഷയത്തിലും വ്യക്തമല്ലേ? അപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്, അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്ത് തെറ്റുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിനെ അപലപിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സംഘടന ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ തീർച്ചയായും നാം സംശയിക്കേണ്ടതല്ലേ? ഇതിൻ്റെ ഉദ്ദേശശുദ്ധി ഒരു സംശയ നിഴലിൽ ആക്കേണ്ടതല്ലേ? നമ്മൾ ഈ ഒരു റിപ്പോർട്ട് ഇങ്ങനെ UN-ൻ്റെ സുരക്ഷാ സമിതിയിൽ പുറത്തു വരുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം പുറകോട്ട് ചിന്തിക്കുമ്പോൾ UN-ൽ മറ്റൊരു സംഭവം നടക്കുകയുണ്ടായി. കാരണം October 7 ആക്രമണത്തിൽ ഈ ഹമാസ് ഇസ്രായേലിൽ നിന്നും കിബുട്സ് ബേറിയിൽ നിന്ന് കൊണ്ടുപോയ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഏലി ഷറാബി എന്നാണ്. അദ്ദേഹത്തെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കുട്ടികളെയും അവർ കൊന്നിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹത്തെ 490 ദിവസത്തോളം ഹമാസിൻ്റെ തടവറയിൽ ഗാസയിൽ കഴിയുകയായിരുന്നു. വലിയ കൊടിയ പീഡനത്തിലൂടെയാണ് കടന്നുപോയത്. കാരണം ഈ ഏലി ഷറാബിയെ മോചിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ കാണാനുള്ള അദ്ദേഹത്തിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് പണ്ട് ഹിറ്റ്ലറുടെ അല്ലെങ്കിൽ നാസി പാളയത്തിലുണ്ടായിരുന്ന യഹൂദരുടെ അവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളായിരുന്നു. അന്ന് ലോകമാധ്യമങ്ങളെല്ലാം ഇതിനെതിരെ സംസാരിക്കുകയുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് പൊട്ടിത്തെറിച്ചു. അതിനുശേഷം ഈ ഒരു കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ UN-ൻ്റെ സെക്രട്ടറി ജനറലിനെ ഇസ്രായേലിൽ കയറിപ്പോലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിറക്കിയതും അദ്ദേഹം ആ വാണിംഗ് കൊടുത്തതൊക്കെ ചെയ്തത്. അതിനുശേഷം നമ്മളിപ്പോൾ UN-ൻ്റെ പലപ്പോഴായിട്ടുള്ള ഒരു നിലപാടും അവരുടെ തീരുമാനങ്ങളൊക്കെ ഇസ്രായേലിനെതിരായിട്ട് തന്നെയാണ് എപ്പോഴും വന്നിരിക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട് 2012 മുതൽ ഈ UN-ൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വീക്ഷിക്കുന്നുണ്ട്. ഈ സമയങ്ങളിൽ ഈ എല്ലാ വർഷവും വരുന്ന ഈ അടിക്കടി ഉണ്ടാകുന്ന യുദ്ധങ്ങളും സംഘർഷങ്ങൾക്കും എല്ലാം ഈ UN ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെ എതിർപക്ഷത്തേക്ക് ചാരുകയും അല്ലെങ്കിൽ ഒരു ന്യൂട്രലായിട്ട് അല്ലെങ്കിൽ ഒരു മിഡിൽ നടുക്ക് നിന്ന് ഒരു സമാധാനത്തിന് ശ്രമിക്കേണ്ടതിന് പകരം ഒരു സൈഡിൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ അവരെ വെള്ളപൂശുകയും അത് പ്രതിരോധിക്കുന്ന ആളുകളെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു നിക്ഷിപ്ത താല്പര്യത്തിന് പ്രവർത്തിക്കുന്ന ഒരു സംഘമായിട്ട് നമുക്ക് UN-നെ കാണാനായിട്ട് സാധിച്ചത്. പലപ്പോഴായിട്ട് ഇപ്പോൾ അന്റോണിയോ ഗുട്ടറസ് തന്നെ അത് ഇപ്പോൾ ഈ അവസാന നിമിഷം ഈ വെടിനിർത്തൽ കരാർ, അതായത് പുതിയൊരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കണം അല്ലെങ്കിൽ അതിനെപ്പറ്റി ചർച്ചകൾ ആരംഭിക്കണമോ എന്ന് ലോകം ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഹമാസ് അത് നിരാകരിക്കുകയുണ്ടായി. ആ സമയത്ത് മാത്രമാണ് ഈ അന്റോണിയോ ഗുട്ടറസ് ഈ ഹമാസിനെതിരെ ഒരു വാക്കെങ്കിലും പറയാൻ, അത് ഇസ്രായേലിൻ്റെ ഉപരോധം പേടിച്ച് തന്നെയാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് സംസാരിച്ചു. ഹമാസ് അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഹമാസ് ചെയ്യുന്നത് മണ്ടത്തരമാണെന്നുള്ള രീതിയിൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ എടുക്കുകയാണെങ്കിൽ ഗാസയിലെ UN-ൻ്റെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഹമാസ് ഉപയോഗിക്കുന്നതായിട്ട് അത് കണ്ടെത്തിയിട്ടുണ്ട്. അത് പരമമായ യാഥാർത്ഥ്യമാണ്.
കാരണം UN പേരിലുണ്ടാക്കിയ സ്കൂളുകൾ, അവരുടെ ആശുപത്രികൾ, അവരുടെ വാഹനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഹമാസ് അവരുടെ യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ഒക്ടോബർ 7-ന് ശേഷം അല്ലെ 2023 ഒക്ടോബർ 7-ന് ശേഷം നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഒരുപാട് UN ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഇസ്രായേൽ UN ഫെസിലിറ്റിയാണ് അറിഞ്ഞ് ആക്രമിക്കുന്നതല്ല. ഈ തീവ്രവാദികളുടെ അവരുടെ സാന്നിധ്യം എവിടെയെന്ന് തിരിച്ചറിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങളുടെ സാന്നിധ്യം എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അറ്റാക്ക് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. ഹമാസിനെ തന്നെയാണ് വധിച്ചത്. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ വലിയ പ്രചാരത്തിലുള്ള ഒരു ചാനലിൻ്റെ 2 റിപ്പോർട്ടർമാരാണ് കൊല്ലപ്പെട്ടത്. അവർ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അവർ മാധ്യമപ്രവർത്തകരായിരുന്നു എന്ന് നമുക്ക് ആലോചിക്കണം. അപ്പോൾ അത് വലിയ വാർത്തയായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മോചിപ്പിക്കപ്പെട്ട ബന്ധികൾ ഈ UN ആൾക്കാരുടെ സമീപനവും അവരോട് കാണിക്കുന്ന വേർതിരിവും പക്ഷപാതപരമായിട്ട് പ്രവർത്തിച്ച രീതികളൊക്കെ കാരണം അവർക്ക് ഇവരെ സഹായിക്കാമായിരുന്ന പല ഘട്ടങ്ങളിലും സഹായം ചെയ്തു കൊടുത്തില്ലെന്നൊക്കെ പുറത്തു വന്ന ബന്ധികൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് UN എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവിടെ ഒരു ന്യൂട്രലായിട്ട് ചിന്തിക്കുന്നതിന് പകരം തീർച്ചയായും ഹമാസിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സമീപനത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഇത് 2 രീതിയിൽ നമുക്ക് കാണാം. ഒന്നെന്ന് വെച്ചാൽ അങ്ങ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ അവരുടെ ഒരു ഫോഴ്സും അതായിരിക്കാം ഒന്ന്. 2 എന്ന് പറയുന്നത് ഇവരെ തീവ്രവാദികൾ മനഃപൂർവ്വം ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ മനഃപൂർവ്വം അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതായിരിക്കാം എന്ന് അല്ലെങ്കിൽ ആ ഭീഷണിക്ക് വഴങ്ങി അവർ ചെയ്തു പോകുന്നതാകും. ഇത് 2 രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഏറെക്കുറയും ഇവരുടെ പൊതുവെയുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇസ്രായേലിനെതിരെയുള്ള പ്രവർത്തനങ്ങളും കാണുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നത് ഇത് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ചെയ്തു പോകുന്നതാണ്. അതിനുശേഷം നമ്മൾ പറയുന്നത് ഈ ഇസ്രായേലിൽ തടവുകാർ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ നിലവിലുള്ള ആരോപണം. നമ്മൾ ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയാണ് നമ്മുടെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം തന്നെയാണ്. ഈ മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേലിൽ ജീവിക്കുമെന്ന് നമുക്കറിയാം. ഇസ്രായേലിലെ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശവും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ജയിൽ പുള്ളികൾക്ക് പോലും അതുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. പിന്നെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബന്ദി UN രക്ഷാസമിതിയിൽ പങ്കുവയ്ക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ബന്ദികളോട് ഹമാസ് കാണിച്ച ക്രൂരതകളെക്കുറിച്ചുള്ള പങ്കുവയ്ക്കലിന് ഒരു കൗണ്ടർ എന്നുള്ള രീതിയിൽ മാത്രമാണ് എന്നാൽ ആ രീതിയിൽ മാത്രമായിരിക്കാം ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ അത് ലോകത്തോട് അല്ലെങ്കിൽ ആ ബന്ദി പറഞ്ഞത് വിശ്വസിക്കാതിരിക്കാൻ മറിച്ചൊരു ആരോപണം ഉന്നയിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരിക്കും. ഇതിപ്പോൾ ഇസ്രായേലെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഇസ്രായേൽ ചെയ്യില്ല. യാതൊരു ബന്ധമില്ല എന്നാണ് ഇസ്രായേലിന്റെ ഒരു പ്രതികരണം. തീർച്ചയായിട്ടും ഇപ്പം നമുക്കറിയാം അവർ സുതാര്യമാണ്. പ്രധാനമന്ത്രിക്കെതിരെ ഇപ്പോൾ കോർട്ടിൽ കേസ് നടക്കുകയാണ്. അപ്പോൾ അവിടെ ആർക്കും ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഒന്നും ഉള്ള രാജ്യമൊന്നുമല്ല. ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും ഈ വലിപ്പ ചെറുപ്പമില്ലാതെ ആക്ഷൻ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ചർച്ചകൾ മുന്നോട്ട് വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എന്തായാലും ഇപ്പോഴത്തെ ഈ UN ഇപ്പോൾ ഒരു ആരോപണം അല്ലെങ്കിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ബന്ദികളുടെ ഈ അവസ്ഥ അത് പുറത്തു വരാതിരിക്കാനുള്ള ഒരു മനഃപൂർവ്വമായിട്ടൊരു കെട്ടുകഥ എന്ന് തന്നെ പറയേണ്ടത് സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇപ്പോൾ ഈ ഒരു 2ാമത്തെ വെടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുമ്പോൾ തന്നെ അന്ന് ഹമാസ് അത് സമ്മതിക്കാതെ ഒരു ആക്രമണം നടന്നാലേ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കൂ എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഈ ഒരു സമയത്ത് അവരൊരു ആക്രമണം പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് പേര് ഇനി കൊല്ലപ്പെടും എന്നൊരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പേജർ ആക്രമണം പോലെ ഒക്ടോബർ 7-ന് ഇസ്രായേലിന് എതിരെ ഉപയോഗിച്ച വാഹനങ്ങൾ വരെ 100-ൽ പരം വാഹനങ്ങളുണ്ട്. പിക്കപ്പ് വാഹനങ്ങളാണ്. അതെല്ലാം ഒരു ദിവസം കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഒരേ സമയത്ത് കത്തി നശിച്ചു അല്ലെങ്കിൽ അത് നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ വാഹനങ്ങൾ പോലും ഇസ്രായേൽ വെറുതെ വിടത്തില്ല. അതുകൊണ്ട് നെതന്യാഹു പറഞ്ഞ വാക്കെന്ന് പറയുന്നത് ഇതിന് ഇസ്രായേലിന് പിന്നിൽ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും അത് തകർക്കും, ഇന്നല്ലെങ്കിൽ നാളെ അത് ചെയ്തിരിക്കും എന്നുള്ള ഒരു വാക്കിൻ്റെ പുറത്താണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു UN ഒരു നിലപാടൊന്നും ഇസ്രായേലിനെ വലിയ കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നില്ല. കാരണം അവിടെ സത്യസന്ധമായിട്ടും വലിയ ഓപ്പണായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഞാൻ ഈ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ 2 കാര്യങ്ങൾ കൂടി പരാമർശിക്കാതെ വയ്യ. ഇസ്രായേൽ പലപ്പോഴും ഈ ഗാസയിൽ നടത്തുന്ന ഒരു ആക്രമണത്തിൻ്റെ ഒരു സ്റ്റൈല് നമ്മൾ കൃത്യമായിട്ടും നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്.
വളരെ ദിവസങ്ങൾ നീണ്ട ഒരു മുന്നറിയിപ്പ്. അവിടെ നിന്നും സാധാരണ ജനങ്ങളെ സാധാരണ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശങ്ങൾ, അവരുടെ ഭാഷയിൽ ലീഫ്ലെറ്റുകൾ വിതരണം ചെയ്യുന്നു, ഫോൺ വഴിയുള്ള അനൗൺസ്മെൻറ്റ്, SMS ക്യാമ്പയിൻ, അങ്ങനെ നിരന്തരമായിട്ടുള്ളൊരു മുന്നറിയിപ്പുകൾക്ക് ശേഷമാണ് ഇസ്രായേൽ പലപ്പോഴും ഒരു പ്രദേശത്ത് ഒരു ആക്രമണം നടത്തുന്നത്. എന്നാൽ ഈ ഹമാസ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ്, ഒരു അറ്റ്ലീസ്റ്റ് ലീഫ്ലെറ്റുമായിട്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജെങ്കിലും അയച്ചിട്ടാണോ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത്? അതല്ല. ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഗാസയിലേക്ക് വരുമ്പോൾ അവിടുന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുന്ന ആളുകളെ തടഞ്ഞു നിർത്തുന്ന സമീപനമാണ് അവിടുത്തെ ആളുകളായിട്ട് തുറന്നു പറഞ്ഞിട്ടുള്ളത്. അതാണ് അത് UN എന്തുകൊണ്ട് കാണുന്നില്ല എന്നാണ് ഇവിടുത്തെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. അതായത് ഈ പലപ്പോഴും സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമാക്കിയിട്ടാണ് ഈ ഹമാസ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത്. അതെന്തുകൊണ്ട് അത് UN അപലപിക്കുന്നില്ല? അത് അപലപിക്കാനുള്ളൊരു നട്ടല് ഇവർക്ക് ഇല്ലാതെ പോകുന്നു എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു വാസ്തവം. അത്തരത്തിലുള്ള ഒരു കൂട്ടർ പുറത്തുവിടുന്ന ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ, അവിടെയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി നാം സംശയിക്കേണ്ടത്. അപ്പോൾ റോബിൻ, ഇനി നമുക്ക് വീണ്ടും ഗാസയിലേക്ക് വരുമ്പോൾ ഒരു ഘട്ടത്തിന് ശേഷം നമുക്കറിയാം വെടിനിർത്തൽ കരാർ ജനുവരി മാസത്തിൽ നിലവിൽ വന്നു. ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ നടത്തുന്ന ഒരു ആക്രമണത്തിൻ്റെ ആ ഒരു തീവ്രത ഒരു അനിതര സാധാരണമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ ലിയോ സൂചിപ്പിച്ചതുപോലെ പേജർ മോഡൽ ആക്രമണങ്ങൾ, രൂക്ഷമായിട്ടുള്ള ആക്രമണം. കഴിഞ്ഞ ദിവസം ഒരു ആശുപത്രിയിലേക്ക് കറക്റ്റ് പ്രിസൈസായിട്ട് റോക്കറ്റ് അയച്ചിട്ട് ഒരു ഹമാസിൻ്റെ ഭാവി പ്രധാനമന്ത്രി എന്നൊക്കെ നമുക്കൊണ്ട് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് ഭീകരനെയൊക്കെ വധിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാം നോക്കുമ്പോൾ ഈ ഹമാസിൻ്റെ രാഷ്ട്രീയ ബ്യൂറോയിലെ 20 അംഗങ്ങളിൽ 11 പേരെയും, അത് ചിലരെയൊക്കെ അതിനു മുമ്പ് വധിച്ചിട്ടുണ്ട്. അപ്പോൾ 11 പേരോളം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു ആക്രമണത്തിൻ്റെ ഒരു ശൈലി മാറുവാനുള്ള ഒരു കാരണം എന്തൊക്കെയായിരിക്കും? ഒന്ന്, നമ്മൾ ഏറ്റവും ആദ്യം ഈ UN-ൻ്റെ റിപ്പോർട്ടും സംഗതികളെല്ലാം പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു ഇഫ്താർ വിരുന്ന് നടത്തി UK-യുടെ കീർ സ്റ്റാർമർ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു. എന്ന് വെച്ചാൽ രാജ്യത്തെ മുസ്ലിങ്ങൾ ഇഫ്താർ വിരുന്ന് നോമ്പ് നടത്തുമ്പോൾ അവർ വളരെ വലിയ വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ ഗാസയിൽ ആക്രമണം നടന്ന് അവിടെ ആളുകൾ മരിക്കുന്നതിൻ്റെ വളരെ വലിയ വേദനയിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് ഇഫ്താർ വിരുന്ന് നടത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത്, ഒന്ന് ഫ്രാൻസിലെ ഭരണകൂടം, ജർമ്മനിയുടെ ഭരണകൂടം, അതുപോലെ തന്നെ ഇതിനു മുൻപത്തെ ഡൊണാൾഡ് ട്രംപിന് മുന്നേ ഉള്ള ജോ ബൈഡൻ്റെ ഭരണകൂടം. ഇതിനെല്ലാമായിട്ടാണ് നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ ഇവർക്കെല്ലാം ഒരു സിമിലർ തോട്ട് പ്രോസസ്സാണ്. അതുകൊണ്ടാണ് അവിടെയെല്ലാം ആ സമയത്ത് കൃത്യമായിട്ട് ഗാസയ്ക്കും പലസ്തീനും വേണ്ടി കൃത്യമായിട്ട് അവിടെ ഡെമോൺസ്ട്രേഷനുകൾ, അതുപോലെ തന്നെ വലിയ ഈ പലസ്തീൻ്റെ പതാകകൾ ഏന്തിക്കൊണ്ട്, അതുപോലെ തന്നെ ആ രാജ്യങ്ങളുടെ പതാകകൾ താഴെ ഇട്ടുകൊണ്ട് ഇവർ പ്രക്ഷോഭം നടത്തുന്നതൊക്കെ അങ്ങനെയൊക്കെയുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്ത ഒരു സ്വഭാവമുണ്ട്. അതേ സ്വഭാവമാണ് ഇപ്പോഴത്തെ UN-ന്. കാരണം അവരുടെ എല്ലാം അതേ പാറ്റേണിൽ, അതുപോലെ യൂറോപ്യൻ യൂണിയൻ്റെ ഹെഡ് തലപ്പത്തിരിക്കുന്നവർ, ആ ഒരു പാറ്റേണിലുള്ള ഒരു സ്വഭാവമാണ് ഇപ്പോഴിരിക്കുന്ന UN-നും ഉള്ളത്. അതുകൊണ്ടാണ് UN-ൻ്റെ റിപ്പോർട്ടുകളെല്ലാം ഈ രീതിയിലായി മാറുന്നത് എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ഭരണത്തിലേക്ക് വരുന്നത്. ഡൊണാൾഡ് ട്രംപ് കൃത്യമായി വളരെ വലിയ മാറ്റമാണ്. എന്ന് വെച്ചാൽ ജോ ബൈഡൻ്റെ കാലത്ത് ഇസ്ലാമിക രാജ്യങ്ങളെ, ഇപ്പോൾ സൗദി അറേബ്യ ആണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും അതുപോലെ തന്നെ ജോർദാൻ ആണെങ്കിലും, ഈ രാജ്യങ്ങളെയെല്ലാം ഇസ്രായേലിനോട് സമമാക്കി നിർത്തി അങ്ങനെ ഒരു പോളിസിയിലൂടെയാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ നേരെ കാര്യങ്ങൾ മറിഞ്ഞു. അൾട്ടിമേറ്റ്ലി, അടിസ്ഥാനപരമായിട്ട് ഈ പോളിസി ഒന്നാണ് എങ്കിലും, മിഡിൽ ഈസ്റ്റിനോടുള്ള പോളിസി ഒന്നാണ് എങ്കിലും അതിൻ്റെ അപ്രോച്ചിൽ കുറച്ച് വ്യത്യാസം വന്നു. എന്ന് വെച്ചാൽ സമ്പൂർണ്ണമായും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ മാറുന്നൊരു സാഹചര്യമുണ്ടായി. ഇനി മറ്റ് ഒരു വശത്തിലൂടെ നമ്മൾ ഇതിനെ നോക്കുകയാണ് എങ്കിൽ, ഡൊണാൾഡ് ട്രംപ് ഒരു പ്രാവശ്യം 2019 പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഇതുവരെ 8 ട്രില്യനാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ചിലവഴിച്ചത്, പോലീസിങ്ങിന് വേണ്ടിയിട്ട് ചിലവഴിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ 8 ട്രില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 680 ലക്ഷം കോടി രൂപയോളം വരും. അത്രയും വലിയ ഹ്യൂജ് എമൗണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ പോലീസിങ്ങിന് വേണ്ടിയിട്ട്. അത് ഡൊണാൾഡ് ട്രംപ് അന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെടുത്ത ഈ തീരുമാനങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു മിഡിൽ ഈസ്റ്റിലേക്ക് മിഡിൽ ഈസ്റ്റിലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോകാനുള്ളത്. കാരണം വെച്ചാൽ ഇതുപോലെ $8 ട്രില്യൺ ഒരു ലോസാണ് ഈ വാറും ഇതുമായിട്ട് ഇത്രയും കാലം കൊണ്ട് അമേരിക്ക ഉണ്ട്. എന്ന് വെച്ചാൽ ഇറാൻ്റെ വാറുണ്ട്, അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇറാഖ് ഗൾഫ് യുദ്ധത്തിലൊക്കെ ഉള്ള ഇടപെടൽ, ഇറാഖുമായിട്ടുള്ള യുദ്ധമുണ്ട്, അതുപോലെ സിറിയയുടെ ഒരു ഡിസിൻറ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഹൂത്തികളുമായിട്ടുള്ള യുദ്ധം.
അതിൻ്റെ ഉള്ളിൽ സൗദി അറേബ്യനെ അടക്കം ആയുധങ്ങളും എല്ലാം കൊടുത്ത് സഹായിക്കുന്ന എല്ലാം അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഇൻട്രസ്റ്റ് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇത്രയും ഹ്യൂജ് എമൗണ്ടാണ് വാറും അതിനോടനുബന്ധിച്ച് മിലിറ്ററി ബേസുകളടക്കം സ്ഥാപിച്ച് ഇത്രയും ഫെസിലിറ്റീസ് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് അതിൻ്റെ ഉള്ളിലുള്ള കൃത്യമായ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എണ്ണ സമ്പന്നമായ രാജ്യമാണ്, ട്രേഡിൻ്റെ ഈ ഇൻ്റർ കണക്ട് ചെയ്യുന്ന ഏരിയയാണ്. ഇവിടെയെല്ലാം അമേരിക്കയുടെ പ്രൊമിനൻസ് കത്തി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു രീതിയിൽ പറഞ്ഞ ഈ യുണൈറ്റഡ് നേഷൻസിന് പോലും ഈ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ഈ USSR അമേരിക്കയും തമ്മിലുള്ള ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഇടയിലാണ് UN ഒരു പ്രസക്തി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വെച്ചിട്ട് USSRൻ്റെ ഡിസിൻറ്റഗ്രേഷന് ശേഷം പിന്നീട് ഈ UN അമേരിക്കയുടെ വേൾഡ് ഡൊമിനൻസ് വന്നതോട് കൂടിയിട്ട് UNൻ്റെ പ്രസക്തി തന്നെ നഷ്ടമാകും. അങ്ങനെയാണ് ഇറാഖ് വാറിലും അതുപോലെ തന്നെ അഫ്ഗാൻ വാറിലും എല്ലാം അമേരിക്ക ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടാവുകയും അന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ UNൻ്റെ ഒരു പ്രഭാവം ക്ഷയിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും റഷ്യ, ചൈന അടക്കമുള്ള രാജ്യങ്ങൾ മുൻപന്തിയിലേക്ക് വരികയും ആയുധപരമായി റഷ്യ, കാരണം ഇന്നും പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ ടെക്നോളജി ഈ അമേരിക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റഷ്യക്കാണുള്ളത്. അത് നമുക്കൊരിക്കലും ഇപ്പോൾ എക്കണോമിക്കലി റഷ്യ താഴെയാണ് നിൽക്കുന്നതെങ്കിലും ആയുധവും ടെക്നോളജിയും വെച്ച് അമേരിക്കയെ കൗണ്ടർ ചെയ്യാൻ പിന്നീടുള്ളത് റഷ്യയാണ് എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് നോക്കുമ്പം അമേരിക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ചൈനയാണ്. ചൈന എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് $28 ട്രില്യൺ ആണെങ്കിൽ ഡോളേഴ്സിൻ്റെ എക്കണോമി ആണെങ്കിൽ ചൈനയ്ക്ക് 18 ട്രില്യൻ്റെ എക്കോണമിയാണ്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഹബ്ബാണ് ചൈന. അങ്ങനെയെല്ലാം ഒരുപാട് ഒരു സിമിലർ എന്ന് വെച്ചാൽ കൗണ്ടർ ചെയ്യാൻ ഇന്ന് പഴയ പോലെയല്ല, അമേരിക്ക ഡൊമിനേറ്റ് ചെയ്ത ആ കാലഘട്ടം പോലെയല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അമേരിക്കയെ കൗണ്ടർ ചെയ്യാൻ രാജ്യങ്ങൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ UN എത്രത്തോളം പ്രസക്തി, അതുകൊണ്ട് ഇപ്പോൾ UNൻ്റെ പ്രസക്തി തന്നെ പോയത് അങ്ങനെയാണ്. കാരണം ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട രാജ്യങ്ങൾ, അമേരിക്കയുടെ ചേരി, നാറ്റോ ചേരി, അതൊരു ചേരിയായിട്ട് തിരിയുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഇറാനും റഷ്യയും ചൈനയുമായിട്ട് മറ്റൊരു തലത്തിലേക്ക് തിരിയുകയും ചെയ്യുമ്പോൾ ഒരു പവർ ബാലൻസ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. മറ്റേത് അമേരിക്കയുടെ ഭാഗം താഴെ നിൽക്കുന്ന എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നു, ഇപ്പുറത്ത് ആരും ഇല്ല എന്നുള്ള സംഗതിയിൽ നിന്നും ഇന്ന് കൗണ്ടർ ചെയ്യാൻ രാജ്യങ്ങൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ UNൻ്റെ പ്രസക്തി ഈ പല ആളുകളുടെ ഇൻട്രസ്റ്റിൽ UNൻ്റെ പ്രസക്തി ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ UNന് ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ശേഷി മാത്രമേ ഇന്നുള്ളൂ. ആ തീരുമാനം നേരത്തെ ജോ ബൈഡൻ ഗവൺമെൻറ് അടക്കമുള്ള ഇപ്പോഴത്തെ ഈ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയും അജണ്ടയുമുള്ള യൂറോപ്പിലെ ഭരണകൂടങ്ങൾ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഭരണകൂടങ്ങളും ഒക്കെ ആയിട്ട് ചേർന്ന് പോകുന്ന തീരുമാനമാണ് എന്നുള്ളത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ടാണ് ഇന്ന് UNൻ്റെ ഈ റിപ്പോർട്ടുകൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. അമേരിക്ക അതിന് ഫണ്ട് ചെയ്യില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് UN മാറുന്നെല്ലാം പറയുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഇനി അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഇൻട്രസ്റ്റ് മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമാണ്. ആദ്യം ആക്രമണം ഉണ്ടായപ്പോൾ, October 7 ആക്രമണം ഉണ്ടായപ്പോൾ ഇസ്രായേൽ പകച്ചു പോയതാണ്. പക്ഷേ അന്ന് കൃത്യമായ പ്ലാൻ ഇല്ലായിരുന്നു. ഇന്ന് പക്ഷേ മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് വളരെ കൃത്യമായ പ്ലാനോടെയാണ് അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ജോ ബൈഡൻ ഗവൺമെൻറ്, ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഈ സൗദി അറേബ്യ അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളെയും ഇസ്ലാമിക രാജ്യങ്ങളെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിച്ചതെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത് അവർക്കും മുകളിൽ ഇസ്രായേലിനെ വളർത്തി വളരെ വലിയ ഒരു അമേരിക്ക പോലെയുള്ള ഒരു പവറാക്കി ഇസ്രായേലിനെ ഈ ഏരിയയിൽ മാറ്റുക എന്നുള്ള കൃത്യമായ അജണ്ടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാസയുടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഗാസയിലെ ജനങ്ങളെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് തന്നെയാണ് ചെയ്യാൻ വേണ്ടി കൂടി. പലരും പറഞ്ഞായിരുന്നു ഈജിപ്തും ജോർദാനും ഒന്നും ആളുകളെ എടുക്കലാന്ന്. അവരെല്ലാം സമ്പൂർണ്ണമായി സമ്മതിച്ചിരിക്കുകയാണ്, ആളുകളെ ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പ്ലാൻ വളരെ കൃത്യമാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇസ്ലാമിക രാജ്യങ്ങൾ യോഗം ചേർന്ന് അവരൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. അവർക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ മുന്നോട്ട് വെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്ന് ഈ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പ്ലാനിൻ്റെ കൂടെ അവർ നീങ്ങാൻ തയ്യാറാണ്. എന്ന് വെച്ചാൽ ഗാസയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുക, ഹമാസ് തീവ്രവാദികളെ ഒഴിപ്പിക്കുക. ഈ ഹമാസ് തീവ്രവാദികൾ അവർ കാണിച്ച ഒരു മണ്ടത്തരം എന്ന് പറയുന്നത്, ഇസ്രായേൽ ഒരിക്കലും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തി ഗാസയിൽ നിന്നും പിന്മാറില്ല എന്നുള്ളത് 100% ഷുവറാണ്. പക്ഷേ അവർ ആ ഒരു എന്താ പറയുക, ഇസ്രായേൽ പിന്മാറും എന്നുള്ള ഒരു കരാർ കൂടി വെച്ച് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ മുന്നോട്ട് പോയി. അന്നേരം എല്ലാവരും പറഞ്ഞു ഇതാ ഇസ്രായേൽ തോറ്റു പിന്മാറിയിരിക്കുന്നു, ഇസ്രായേൽ തോറ്റു, അമേരിക്ക തോറ്റു എന്നെല്ലാം പറഞ്ഞു.
പക്ഷേ അവരൊരിക്കലും പിന്മാറില്ല. അവർ കൃത്യമായി അസസ് ചെയ്തു. ഇനി എത്ര ബന്ദികൾ ഇവരുടെ കയ്യിലുണ്ട്, ഇനി അധികം ബന്ദികൾ ജീവനോടെ അവരുടെ കയ്യിലില്ല എന്ന് അവർക്ക് മനസ്സിലായി. കിട്ടാൻ പറ്റുന്നവരെ, സ്ത്രീകളടക്കമുള്ളവരെ അവർ മേടിച്ചെടുത്തു. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇനി കൃത്യമായിട്ട് ആക്ഷൻ പ്ലാൻ എന്താണോ അത് നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പ്ലാൻ വളരെ കൃത്യമാണ്. ഇനി അതിൽ പേടിച്ചുള്ള ഒരു നിലവിളി ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. ഒരു 2 ബന്ദികളുടെ ഒരു വീഡിയോ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടു. അതില് ആ ബന്ദികൾ വളരെ മോശമായിട്ടല്ല, വലിയൊരു പ്രതിഷേധമാണ് ആ ബന്ദികൾ ഇസ്രായേൽ ഗവൺമെന്റിനെതിരെ ഉന്നയിക്കുന്നത്. നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാകും. കാരണം അത് മാനിപ്പുലേറ്റഡ് ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിക്കുന്നതാണെന്ന് അത് മനസ്സിലാവും. അല്ല, അത് വളരെ കൃത്യമായി. ഇത് ബന്ദികളെ ഇവരിഞ്ഞ് കൊടുക്കുകയില്ല എന്നുള്ളത് ഇസ്രായേലിന് അറിയാം, ജീവനോടെയുള്ള ബന്ദികളെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് അവർക്ക്, കാരണം ഇസ്രായേലിന്റെ സ്വഭാവം ഓൾറെഡി ഹമാസിന് അറിയാം. എന്ന് വെച്ചാൽ ആക്രമിച്ച് ഇല്ലാതാക്കും എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കും. അപ്പോൾ അതിനു വേണ്ടി ഇവരുടെ കയ്യിൽ ആകെയുള്ള ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് ഈ ബന്ദികളാണ്. അവരെ മുഴുവൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് ഇസ്രായേലിനും അറിയാം, ഇവർക്കും അറിയാം മുഴുവനും വിട്ടുകൊടുക്കില്ല എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള അത് തന്നെ. പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ ഉള്ളത്, ഈ അടുത്ത ഇടയ്ക്ക് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ പോയി വന്നതിന് ശേഷം ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനെ കണ്ട് അതിനുശേഷമാണ് ഷിൻബെറ്റിൻ്റെ ആളെ അടക്കം പുറത്താക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പോകുന്നത് പുള്ളിക്ക് അനുകൂലമായിട്ടുള്ള ആളുകൾ മാത്രം ചുറ്റിനും, അതുപോലെ തന്നെ ബ്യൂറോക്രസിയെ അടക്കം അടിച്ച് ഒതുക്കി എല്ലാത്തിനും നേരെയാക്കി ട്രംപ് ഒരു തീരുമാനമെടുത്ത് അവിടെ എതിർക്കാൻ ആളില്ലാത്ത രീതിയിലേക്ക് എത്തിച്ച് അതേ സാധനം തന്നെ ഇവിടെ വന്നിച്ച് ഷിൻബെറ്റിൻ്റെ ആളെ അടക്കം അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കളഞ്ഞിച്ച് ബെഞ്ചമിൻ നെതന്യാഹു അതേ പാറ്റേൺ തന്നെ ഗവൺമെൻറ്റിലും കൊണ്ടുവന്നു. അപ്പോൾ ഹാർഡ് റൈറ്റ് എന്ന് വെച്ചാൽ തീവ്ര വലതുപക്ഷം അവരടക്കം ഇപ്പോൾ സപ്പോർട്ടുമായിട്ട് രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ ഇവർ ഉദ്ദേശിക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് ഗാസയിൽ ഇപ്പോൾ ചെയ്തത്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇപ്പോൾ ഏതെങ്കിലും നേരത്തെയൊക്കെ ഒരല്പം കൂടുതൽ ആളുകൾ മരിച്ച എന്തോരം പ്രതിഷേധമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ. ഇന്ന് ഇവിടെ ആരാ പ്രതിഷേധിക്കുന്നത്? 1000-10,400 ആളുകളെ ഒറ്റയടിക്ക് ഇല്ലാതാക്കി കളഞ്ഞു. ആരെങ്കിലും പ്രതിഷേധിച്ചോ? ആരും പ്രതിഷേധിക്കാനില്ല. എന്ന് വെച്ചാൽ ആ രീതിയിലേക്ക് അവരുടെ പ്ലാൻ മാറ്റിക്കഴിഞ്ഞവർ, ആ രീതിയിലാണ് അവർ പോകുന്നത്. ഇസ്രായേലിന് ഈജിപ്തിൻ്റെ സൈഡിലുള്ള റാഫ അതിർത്തി തുറന്നു, അതിലെ ആളുകൾ പൊക്കോണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ വളരെ കൃത്യമാണ്. ഇനി വരാൻ പോകുന്ന സമയത്ത് ഗാസയെ സമ്പൂർണ്ണമായിട്ടും നിർജ്ജീവമാക്കുകയും അവിടെ കൃത്യമായിട്ട് ഇസ്രായേൽ തന്നെ അത് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ഈ മേഖലയിലുള്ള എല്ലാ ഇസ്ലാമിക തീവ്രവാദികളെയും, ഹൂത്തികളെ മാത്രമാണ് ഇവർക്ക് അല്പമെങ്കിലും ഒരു ആശങ്കയുള്ളത്. കാരണം ഹൂത്തികളുടെ ചരിത്രവും ഹൂത്തികളുടെ രീതികളും വളരെ ഡിഫറൻ്റാണ്, ജോഗ്രഫിക്കലിയും വളരെ ഡിഫറൻ്റാണ്. അപ്പോൾ അവരെ മാത്രമാണ് അല്പം ഇവർ മാനിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വലിയൊരു ആക്രമണത്തിലേക്ക് ഹൂത്തികളുടെ അടുത്തേക്ക് ഇവർ എത്താത്തതിൻ്റെ കാരണം അത് അല്പം കൂടി സ്ട്രാറ്റജിക്കായിട്ട് പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഹൂത്തികളുമായിട്ട് ഇവർ എൻകൗണ്ടർ നടത്താൻ സാധ്യതയുള്ളൂ. ഇസ്രായേലും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇസ്രായേലും വലിയ ആക്രമണം നടത്താതിരിക്കുന്നത് ഒരു കരയിലൂടെയുള്ള ഒരു ഇൻവാഷനിലൂടെ മാത്രമേ ഈ ഹൂത്തികളെ ഇവർക്ക് ഇനി ഒതുക്കാൻ കഴിയുകയുള്ളൂ എന്ന് വളരെ കൃത്യമാണ്. കാരണം എത്ര എയർ സ്ട്രൈക്ക് നടത്തിയാലും അതെല്ലാം കൗണ്ടർ ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി സൗദിയുമായിട്ട് ഈ അമേരിക്കൻ ടെക്നോളജിയിലുള്ള ആയുധങ്ങൾ വെച്ച് ആക്രമിച്ച് ഹൂതികൾ അതുമായിട്ട് വളരെ ഇൻ്റഗ്രേറ്റഡ് ആണ്. എങ്ങനെ വരും, ഏത് രീതിയിൽ, സ്ട്രാറ്റജികളെല്ലാം വളരെ പഠിച്ച് വ്യക്തമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു എയർ സ്ട്രൈക്ക് കൊണ്ട് ഹൂതികളെ ഒരിക്കലും ഒതുക്കാൻ അമേരിക്കൻ ടെക്നോളജിയിലുള്ള ആയുധങ്ങൾ കൊണ്ട് കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൂതികളുമായിട്ടുള്ള യുദ്ധം ഒരു രീതിയിൽ പറഞ്ഞാൽ അമേരിക്ക ഇസ്രായേലും വേറെ രീതിയിലായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഗാസ അടക്കമുള്ള പ്രദേശങ്ങളിലെ സ്ട്രാറ്റജി വളരെ കൃത്യമായിട്ട് ഇനി ആക്രമിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടുള്ള ആക്രമണമായിരിക്കും. അവിടെയുള്ള ഫെസിലിറ്റികൾ ഇപ്പോൾ തന്നെ സിറിയയിൽ കുറേ സ്ഥലങ്ങളിൽ ഇപ്പോൾ തന്നെ ആക്രമണം നടത്തി ഇത് ചെയ്തു കഴിഞ്ഞു, നിർജ്ജീവമാക്കി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന് ഇറാനാണ് ഇവിടെയുള്ള ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഇറാനെ ഓർക്കുക, ട്രംപിൻ്റെ ആദ്യ ടേമിൽ ഈ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് വളരെ അണ്ടർഗ്രൗണ്ടിൽ വളരെ ഡീപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഇവരുടെ കയ്യിൽ ആയുധങ്ങളില്ലായിരുന്നു അമേരിക്കയുടെ കയ്യിൽ. അത് കഴിഞ്ഞ് ട്രംപ് ഇനീഷ്യേറ്റീവ് എടുത്ത ആയുധങ്ങൾ ന്യൂക്ലിയർ ബോംബ് വികസിപ്പിച്ചു. എന്ന് വെച്ചാൽ ഇറാൻ്റെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റികളെ തകർക്കാനുള്ള ന്യൂക്ലിയർ ബോംബ് അമേരിക്കയുടെ കയ്യിൽ ഇന്ന് ഇരിപ്പുണ്ട്. ആ കയ്യിൽ ബോംബ് വെച്ചോണ്ടാണ് ഇറാനോട് അമേരിക്ക പറയുന്നത് നിങ്ങളുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ബലിസ്റ്റിക് മിസൈൽ ബന്ധപ്പെട്ടുള്ള എല്ലാ ഫെസിലിറ്റികളും നിങ്ങൾ നിർജ്ജീവമാക്കണം, അത് നിർത്തണം, ഇസ്രായേലിന് ഭീഷണിയാകുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കാൻ പാടില്ല എന്ന് ഇന്ന് അമേരിക്ക പറയുന്നത് കയ്യിൽ ന്യൂക്ലിയർ ബോംബ്, ഇത് തകർക്കാനുള്ള ബോംബ് കയ്യിൽ വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇറാനെ കൃത്യമായിട്ട് ഈ മേഖലയിൽ ഒതുക്കുകയും ഗാസ ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള തീവ്രവാദികളെ ഇല്ലാതാക്കുകയും യമൻ്റെ കാര്യത്തിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി സ്ട്രാറ്റജി ഉണ്ടാക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് നീങ്ങുന്നത് എന്നുള്ളത്. ഇനി മറ്റൊന്ന് നമ്മൾ എടുത്തു പറയേണ്ടത്, എന്തുകൊണ്ട് കേരളത്തിൽ രാജ്യം മറ്റൊരു തരത്തിലുള്ള ഒരു നയം എടുക്കുമ്പോൾ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ വേറൊരു രീതിയിലുള്ള യഹ്യ സിൻവാറിന് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള ഇസ്മായിൽ ഹനിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ പോരാളികൾ എന്ന് വിളിക്കുക എന്ന് വെച്ചാൽ അങ്ങനെയുള്ള തലത്തിലേക്ക് പോകുമ്പോൾ ഈ മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ രാജ്യം മറ്റൊരു നയവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനെതിരെയുള്ള നയം എന്ന് പറയുന്നത് ഹമാസ് തീവ്രവാദികളുടെ നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവരുടെ നയമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. രാജ്യത്തിൻ്റെ നയത്തെ നിങ്ങൾ എതിർക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഹമാസ് തീവ്രവാദികൾ ഗാസയെ ഏത് കോലത്തിലാക്കിയോ, ഏത് കോലത്തിലേക്ക് ഗാസയെ ഈ ഹമാസ് തീവ്രവാദികൾ എത്തിച്ചോ അതേ കോലത്തിലേക്ക് നിങ്ങളുടെ മാതൃരാജ്യത്തെയും എത്തിക്കാൻ വേണ്ടിയുള്ള സ്വഭാവമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. നാളെ രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തെ നേരിടുമ്പോൾ ഹമാസ് ഗാസയിൽ എന്ത് ചെയ്തോ, ഗാസയിലെ ജനങ്ങളോട് എന്ത് ചെയ്തോ അത് തന്നെയായിരിക്കും ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ, ഹമാസിനെ അനുകൂലിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ, ഹമാസിനെ പോരാളികൾ എന്ന് വിളിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ ഈ രാജ്യത്തോടും ചെയ്യുന്നത്, ഈ രാജ്യത്തെ പൗരന്മാരോടും ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് അത് കൃത്യമായി എനിക്ക് തോന്നുന്നത് കൃത്യമായി ഇവരെയൊക്കെ മോണിറ്റർ ചെയ്യപ്പെടേണ്ടതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം ഇതായതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷയ്ക്ക് ഇവർ എത്രത്തോളം ഭീഷണിയാണ് എന്നുള്ളത് രാജ്യം അസസ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവർ മിഡിൽ ഈസ്റ്റിൽ പോയി കുറേ നാൾ ജോലി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ സ്വഭാവവും ആ സംസ്കാരവുമായിട്ട് സ്വന്തം രാജ്യത്തേക്ക് വന്ന് സ്വന്തം രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെ ഭീകരമായ ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതുപോലെ പരസ്യമായിട്ടൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലുള്ള എന്ന് വെച്ചാൽ ഓരോ രാജ്യങ്ങൾ കുട്ടിച്ചോറാക്കുന്ന തീവ്രവാദികളുടെ അനുകൂലിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ സ്വന്തം രാജ്യത്ത് വന്നിച്ചൊരു ബോധവുമില്ലാതെ നടത്തുക എന്നൊക്കെ പറയുന്നത് വളരെ ദയനീയമായ വസ്തുതയാണ്. അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടുകയും അത് കൃത്യമായിട്ട് സെൻസർ ചെയ്യപ്പെടുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോബിൻ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം തന്നെയാണ്. അതായത് 2025 മാർച്ച് 24 തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്കാണ് കോഴിക്കോട് കടപ്പുറത്ത് ആ സമ്മേളനം നടക്കുന്ന വേദിക്ക് അവർ പേരിട്ടത് ഗസ സ്ട്രീറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. പാലസ്തീൻ ഐക്യദാർഢ്യ പ്രാർത്ഥന രാവ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹാഷ്ടാഗ് ഇട്ടുണ്ട്, ക്വിറ്റ്സ് വിൽ ബി ഫ്രീ. ക്വിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്ന അവരുടെ ആ ജെറുസലേം അതിനെ സ്വതന്ത്രമാക്കും എന്നുള്ളൊരു ഹാഷ്ടാഗാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കേരള എന്ന് പറയുന്ന ഒരു സംഘടന. അത് വിവിധ മുസ്ലിം സംഘടനകളുടെ കൂട്ടായ്മയാണ് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കതിൻ്റെ നമ്മളതിൻ്റെ ആ വിഷ്വൽസൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ, അതായത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ, പ്രായമായവർ, യൂത്ത് ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ലെബനോണിലും ഈ ഗാസയിലും ഒക്കെ കാണുന്ന ഹമാസ് തീവ്രവാദികളുടെ ഈ ഹെഡ് ബാൻഡ് അല്ലേ, അത് അവരുടെ ഒരു എന്താ പറയണേ, അവരെ അടയാളപ്പെടുത്തുന്ന ഒരു ചിഹ്നമാണ് ഈ ഹെഡ് ബാൻഡ്. അതൊക്കെ ധരിച്ചുകൊണ്ടാണ് ചിലരൊക്കെ ഈ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രാർത്ഥന രാവ് എന്ന ഓമന പേരിട്ടിരിക്കുന്ന ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയ ആ ഒരു ഈവെന്റിൽ പങ്കെടുത്തത് എന്നത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ വീണ്ടും നമ്മൾ പല ആവർത്തി പറയുന്നതാണ്, പക്ഷേ ഈ ഒരു ഇൻസിഡന്റിന്റെ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഹമാസ് എന്ന് പറയുന്ന ആ ഭീകര സംഘടനയുടെ ലക്ഷ്യം ഗാസയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഒരു ശരീഅത്ത് ഭരണത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക. ക്രിസ്ത്യാനികൾ അവരുടെ ലക്ഷ്യമാണ്, മുസ്ലിം ഇതര മതസ്ഥർ അവരുടെ ലക്ഷ്യമാണ്. അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുക എന്നത് ഹമാസിന്റെ ലക്ഷ്യമാണ്. ആ സംഘടനയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ റോബിൻ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അവർ ഓർക്കുക, ഭാവിയിൽ നമ്മുടെ മാതൃരാജ്യത്തെയും കുട്ടിച്ചോറാക്കാൻ വെമ്പുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ലക്ഷ്യമിടുന്ന സംഘടനയ്ക്കാണ് ഇവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. കാരണം മാസങ്ങൾക്ക് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പാണ് ഇവർ പാക് അധീന കാശ്മീരിൽ, ഇന്ത്യയുടെ തന്നെ സ്വന്തം മണ്ണിൽ, പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയുടെ തന്നെ സ്വന്തം മേഖലയായിട്ടുള്ള പാക് അധീന കാശ്മീരിൽ വന്ന് ഇവർ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് വലിയ ഐക്യദാർഢ്യമൊക്കെ അരങ്ങേറിയത്. അത് നമ്മളെ ഞെട്ടിക്കുന്നതാണ്. തീർച്ചയായിട്ടും എന്നെ ഉൾപ്പെടെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ ഇതിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് മാത്രമേ നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാനുള്ളൂ. നമ്മൾ പലതവണ പല രീതിയിൽ പല മാധ്യമങ്ങളും ഈ ഹമാസിന്റെ അജണ്ടയെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, എന്നെ തല്ലരുതമ്മാവ ഞാൻ നന്നാവില്ല. അത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പ്രഖ്യാപിത മുദ്രാവാക്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും ഇവർ നന്നാവാൻ സാധ്യതയില്ല. കാരണം മത തീവ്രവാദം ഇവരുടെ മനസ്സിനെ, ഇവരുടെ ചെവികളെ അല്ലെങ്കിൽ തലച്ചോറിനെ ഒക്കെ അന്ധമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്.
ഈ ലോകത്തെ നശിപ്പിക്കുക, ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ, ഇവിടുത്തെ മതേതര സംവിധാനങ്ങളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരാണ് ഇസ്ലാമിക തീവ്രവാദികൾ. ഒരുപക്ഷെ ഗസയിൽ അവരുടെ പേര് ഹമാസ് എന്നായിരിക്കാം, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എന്നായിരിക്കാം, അല്ലെങ്കിൽ സിറിയ, ഇറാഖ് പോലുള്ള മേഖലകളിൽ അവരുടെ പേര് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നായിരിക്കാം, കാശ്മീരിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ അവരുടെ പേര് ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നൊക്കെയായിരിക്കാം. അതുകൊണ്ട് തന്നെ പല പേരിൽ ഇവർ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇവരുടെ ലക്ഷ്യം ഒന്ന് തന്നെ, ഈ ലോകത്തെ ആകമാനം തങ്ങളുടെ മതപരമായിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നത്. അതിനാൽ തന്നെ ഇത്തരം സംഘടനകൾക്ക്, അത് ഹമാസ് ആയിക്കോട്ടെ താലിബാൻ ആയിക്കോട്ടെ, ഇത്തരം സംഘടനകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരുടെ അജണ്ട തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അധികാരത്തിന് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ അതിനുവേണ്ടി ഇത്തരം സംഘടനകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ കളങ്കപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റുകൊടുക്കുന്നത് നിങ്ങളുടെ മാതൃരാജ്യത്തെ തന്നെയാണ് എന്നൊരു കാര്യം ഇത്തരം നേതാക്കൾ അല്ലെങ്കിൽ ഇത്തരം സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഒപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്നും വളരെ നിർണായകമായിട്ടുള്ള ചില വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേൽ അതിൻ്റെ മോഡസ് ഓഫ് ഒപ്പറാൻഡി അത് കൂടുതൽ തീവ്രമാക്കിയിരിക്കുന്നു. ഒപ്പം UN-ൻ്റെ ഈ റിപ്പോർട്ട്, അതിൻ്റെ ഒരു പൊള്ളത്തരം കൂടി നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഇത്തരം വൺ സൈഡഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറക്കുന്നവരെ, ഇത്തരത്തിൽ പ്രസ്താവനകൾ എടുക്കുന്നവരെ അല്ലെങ്കിൽ നിലപാടുകൾ എടുക്കുന്നവരുടെ ഒരു അജണ്ട ലോകരാജ്യങ്ങൾ തിരിച്ചറിയുക, പൊതുസമൂഹം തിരിച്ചറിയുക എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.